അപ്പോൾ ഇന്നിപ്പോൾ നമുക്കെന്താ വെച്ചാൽ അവിയൽ അവിയലാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് ഊണിന്. വേറെ കറികളൊന്നുമില്ല. പിന്നെ മുതിര ഒരു നമ്മളൊരു സാധാരണ തോരൻ പോലെ തന്നെ അതുണ്ട്. അപ്പോൾ പ്രധാനം അവിയലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മൾ യൂസുഫ് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിയൽ വയ്ക്കാനുള്ള കഷ്ണങ്ങൾ എല്ലാം ഇവിടെ റെഡിയാക്കി. ഇനി ഇത് നമുക്ക് വെച്ചാൽ ഓരോന്ന് നുറുക്കിയെടുക്കാം. വെള്ളരിക്ക ഒരു പാകം വലുപ്പത്തിനുള്ളത്. പിന്നെ ഇപ്പോൾ നമുക്ക് ചേന, കായ, പാവയ്ക്ക, പയറ്, ക്യാരറ്റ്, അപ്പം അങ്ങനെ മിക്കവാറും കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അവിയലിന്. നമുക്ക് അവിയൽ മാത്രമാണ്, വേറെ കറികളൊന്നുമില്ലാതെ. പിന്നെ ഇപ്പോൾ ഒരു മുതിര തലേദിവസം വെള്ളത്തിൽ കുതിർത്തതാണ്. അതിൻ്റെ ഒരു നമ്മൾ സാധാരണ തോരൻ പോലെ തന്നെ. പിന്നെ അതേ ഉള്ളൂ ഉണ്ടാക്കാൻ. നമുക്ക് ഓരോ കഷ്ണങ്ങൾ അങ്ങനെയൊക്കെ റെഡിയാക്കി അങ്ങനെ വെക്കാം. കഷ്ണം നുറുക്കൽ കുറച്ച് പണിയാണ് അവിയലിന്. മുരിങ്ങാക്കായ പിന്നെ 2 എടുക്കുന്നുണ്ട്. പാകം വലുപ്പത്തിലുള്ള കഷ്ണമാണ് ചേന. കഷ്ണങ്ങളൊക്കെ കഴുകി തോലത്തിലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് നുറുക്കാം. അവിയലിന് നീളത്തിലാണല്ലോ, അങ്ങനെ നീളത്തിൽ ഒക്കെ ഓരോന്നും നുറുക്കിയെടുക്കാം. നല്ല നാടൻ പയർ തന്നെയാണ്, പച്ചപ്പയർ. കഷ്ണങ്ങൾ ഇതാ നുറുക്കി വെച്ചു. മുരിങ്ങാക്കായ മാത്രം കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് അതവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മുരിങ്ങാക്കായ അല്ലാത്ത കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് ആദ്യം. അതിൻ്റെ ശേഷം ഇടാം മുരിങ്ങാക്കായ. ഒന്നിട്ട് വെന്തിട്ട് ഇനിയിപ്പോൾ അതിലേക്ക് ചതയ്ക്കാനുള്ളതാണ്. കറിവേപ്പില, തേങ്ങ ചിരകിയത്, പച്ചമുളക്. ഒന്ന് ചതച്ച് വെക്കട്ടെ, എന്നിട്ട് പിന്നെ കഷ്ണം അത് വേവിച്ചെടുത്തായി. ഇതൊന്ന് ആദ്യം ചെയ്ത് വെക്കുകയാണ്.
അപ്പോൾ അത് നമ്മൾ ഇതാ ഇവിടെ ചതച്ച് അവിടെ വെച്ചു. ഇപ്പോൾ അതിൽ നമുക്ക് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറഞ്ഞൊരു വെള്ളത്തിൽ അത് വേവിച്ചെടുക്കുകയാണ്. വെള്ളം പിന്നെ അധികം വേണ്ടല്ലോ, നല്ല കട്ടയായിട്ട് തന്നെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഒന്നുകൊണ്ട് വെന്ത് വന്നു. കുറച്ചൊന്ന് വെന്ത സമയത്ത് ഇതാ നമുക്ക് മുരിങ്ങക്കായ അത് അതിൽ ചേർക്കാം. മുരിങ്ങക്കായ നല്ല പാകത്തിന് ഉടയാതെ കിട്ടും ചെയ്യും. പിന്നെ ഒന്നുകൂടി ഒന്നുണ്ട്, അപ്പോൾ ആ മുരിങ്ങക്കായ കൂടി ഒന്ന് വേവിനോട് കൂടി ഇതാ നമുക്ക് തൈര്, നല്ല തൈര് അതിൽ ചേർത്ത് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്നുണ്ട് തിളച്ച് വരുന്നതോട് കൂടിയാണ് നമുക്ക് ഇനി ചതച്ചു വെച്ചത് ചേർക്കാനുള്ളത്. അപ്പം ഇനി ഇതാ ചതച്ചതും ചേർക്കാം. തീരെ വെള്ളത്തോടു കൂടിയല്ല, മറ്റേ ഞങ്ങൾ കുറഞ്ഞൊരു വെള്ളത്തോടു കൂടി ആക്കിയാൽ കുറച്ച്, വളരെ കുറച്ച്. ഇന്നിപ്പോൾ അങ്ങനെ നല്ല കട്ടയിട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർക്കാം. പിന്നെ ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ തുളിക്കാം, അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഒന്ന് ആ മുതിര ഒന്ന് വേവിച്ചെടുക്കാനുള്ളൂ. അത് പിന്നെ എളുപ്പമുണ്ട്, അപ്പോൾ അത് ചെയ്തു വെക്കണം. അപ്പോൾ അവിയൽ ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ ഊണ് കഴിക്കായി. പ്രധാനമായിട്ട് തന്നെയാണ് അവിയലിനാണ്, മറ്റൊരു ഒഴിച്ചുകറി ഇല്ല. പിന്നെ ഇതാ മുതിര, പച്ചമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് താളിച്ച് പിന്നെ വേവിച്ച് മുതിര ഒക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കിയാണ് സാധാരണ വൻപയറൊക്കെ ഉണ്ടാക്കുന്ന പോലെ. അപ്പം അങ്ങനെയാണ് ഇപ്പം ഇന്ന് നമുക്ക് ഉച്ചയൂണിന് പ്രധാനം അവിയൽ തന്നെയാണ് ഇന്ന്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ കൂടെ അവസാനിക്കും. നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.